എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജെയിംസ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ 6 സംഘത്തിൻ്റെ ഡൽഹി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. നാളെ രാവിലെ 10:45 ഫ്ലൈറ്റിന് ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഇന്ന് ഉച്ചസമയമായി ഞങ്ങൾ രാവിലെ ഇന്ദിരാഗാന്ധിയുടെ വസതി സന്ദർശിച്ച ശേഷം ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വസതി ലക്ഷ്യമാക്കി യാത്രയാകുകയാണ്. പോകും വഴി രാഷ്ട്രപതി ഭവൻ ഒന്ന് സന്ദർശിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് സന്ദർശകരെ അങ്ങോട്ട് വിടുന്നില്ല. ബാരിക്കേഡ് വെച്ചിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രപതി ഭവനിൽ നിന്ന് വളരെ ദൂരത്തല്ലാതെ തന്നെയാണ് നമ്മുടെ പഴയ പാർലമെൻറ്റും അതുപോലെ അതിനോട് ചേർന്ന പുതിയ പാർലമെൻറ്റും സ്ഥിതി ചെയ്യുന്നത്. ആ 2 മന്ദിരങ്ങളും ഇന്നലെ ഞങ്ങൾ നമ്മുടെ ഒരു MP-യുടെ പാസോടുകൂടി കയറി വിശദമായിട്ട് കാണുകയുണ്ടായി. രാഷ്ട്രപതി ഭവൻ്റെ അടുത്തെത്താൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെപ്പോലെ മറ്റു ടൂറിസ്റ്റുകളും ഇതേ സ്പോട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോഴേക്കും ലഞ്ച് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ ഡൽഹിയിലുള്ള കേരള ഹൗസിൻ്റെ ക്യാൻറ്റീനിലേക്കാണ്. ലഞ്ചിൻ്റെ പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ വളരെ റഷ് അനുഭവപ്പെട്ടു. നമ്മൾ ടോക്കൺ എടുത്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ മാത്രമല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. സമൃദ്ധി എന്നാണ് ഈ ക്യാൻറ്റീനിൻ്റെ പേര്. ടോക്കൺ നമ്പറാണ് തൊട്ടടുത്ത ഡിജിറ്റൽ ബോർഡിൽ കാണാൻ സാധിക്കുന്നത്. ഓരോ ഗ്രൂപ്പിനും ഓരോ ടോക്കൺ നമ്പറാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഒഴിവുമെത്തി. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും അതുപോലെ തൊട്ടയലോക്കക്കാരനുമായ ഞങ്ങൾ റജീന്ന് വിളിക്കുന്ന രാജേഷ് ദാനിയലിനെ അവിടെ വെച്ച് കാണാനിടയായി. അത് ഞങ്ങൾക്ക് 2 കൂട്ടർക്കും സന്തോഷമുണ്ടാക്കി. പുള്ളി അവിടെ ഫാമിലിയായിട്ട് വർഷങ്ങളായിട്ട് സെറ്റിൽഡ് ആണ്. ലഞ്ചിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് തീൻമൂർത്തി ഭവനിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിലേക്കാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഇത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈ കെട്ടിടം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കമാൻഡർ ഇൻ ചീഫാണ് ഉപയോഗിച്ചിരുന്നത്. 1947 ശേഷം ഈ കെട്ടിടം പ്രധാനമന്ത്രിയുടെ വസതിയാക്കി മാറ്റി. പിന്നീട് നെഹ്റുവിൻ്റെ മരണശേഷം ഇതൊരു മെമ്മോറിയലായി നിലനിർത്തുകയായിരുന്നു. ആദ്യം ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ മാത്രമായിട്ടുള്ള ഒരു മെമ്മോറിയൽ ആയിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ശ്രീ ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ന് ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി വരെയുള്ള എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് മെമ്മോറിയൽ മ്യൂസിയം എന്നും ഇത് ഇപ്പോൾ അറിയപ്പെടുന്നു. ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓഫീസ് റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ്, ഡൈനിങ്, ബെഡ്റൂംസ്, അതുപോലെ സ്റ്റഡി റൂം എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ശ്രീ നരേന്ദ്രമോദി, മൻമോഹൻ സിംഗ്, വാജ്പേയി മുതലായ എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സിനും പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റുകളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതെല്ലാം ഒന്ന് കറങ്ങി നടന്ന് കൗതുകത്തോടു കൂടി കാണുകയാണ്. കൂട്ടത്തിൽ നിങ്ങൾക്കും കാണാം. ഈ കാണുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂമാണ്. 1964 ശ്രീ ജവഹർലാൽ നെഹ്റു മരണപ്പെടുന്നതുവരെ ശ്രീമതി ഇന്ദിരാഗാന്ധിയും അദ്ദേഹത്തോടൊപ്പം ഈ വസതിയിലാണ് താമസിച്ചിരുന്നത്. ഈ കാണുന്നത് UAE തലസ്ഥാനമായ അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്ന ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിൻ്റെ ഒരു മോഡലാണ്. അബുദാബിയുടെ ക്രൗൺ പ്രിൻസ് ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചതാണിത്. ഈ മോസ്ക് വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ 3-ാമത്തെയോ 4-ാമത്തെയോ സ്ഥാനത്താണ്. 4-ാം സ്ഥാനത്താണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് 1955 ശ്രീ ജവഹർലാൽ നെഹ്റുവിന് ലഭിച്ച ഭാരത് രത്ന അവാർഡാണ്.
ഭാരതത്തിൻ്റെ 10ാമത്തെ പ്രൈം മിനിസ്റ്ററായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഉപയോഗിച്ചിരുന്ന കാറാണ് ഈ കാണുന്നത്. അടുത്തതായി ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിലൊന്നായ ഇന്ത്യ ഗേറ്റ് ആണ്. ഡൽഹിയിലെ പ്രധാന പാതയായ രാജ്പത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിയുടെ ഹൃദയഭാഗത്തെന്ന് തന്നെ പറയാം. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ അഥവാ അഖിലേന്ത്യാ യുദ്ധസ്മാരകം എന്നായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര്. പിന്നീടാണ് ഇന്ത്യ ഗേറ്റ് എന്ന് നാമകരണം ചെയ്തത്. 1921 ആരംഭിച്ച് 1931 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. എഡ്വിൻ ല്യൂട്ടസ് എന്ന ആളാണ് ഇതിൻ്റെ ശില്പി. യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ പേരുകൾ ഇതിൻ്റെ ചുമരിൽ കൊത്തിവെച്ചിട്ടുണ്ട്. 42 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന ചുറ്റുവട്ടത്തുള്ള ഉദ്യാനങ്ങളിൽ ധാരാളം ആളുകൾ ദിവസേന എത്തിച്ചേരുക പതിവാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടമാകെ വൈദ്യുതി വെളിച്ചം കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കാറുണ്ട്. അടുത്തതായി ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് രാജ്ഘട്ടിലാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ഉൾപ്പെടെ പല പ്രശസ്തരായ ഭരണാധികാരികളുടെയും സംസ്കാരം നടത്തിയിട്ടുള്ള ഒരു മെമ്മോറിയൽ കോംപ്ലക്സ് ആണ് രാജ്ഘട്ട്. യമുനയുടെ തീരത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു മഹത്തായ സ്മാരകമായി സൂക്ഷിച്ചിരിക്കുന്നു. പല വിദേശ സന്ദർശകരും ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടം സന്ദർശിക്കാറുണ്ട്. ഞങ്ങൾ ഗാന്ധി സ്മാരകം ലക്ഷ്യമാക്കി നടക്കുകയാണ്. സ്മാരകത്തിന് ചുറ്റും മനോഹരങ്ങളായ പൂന്തോട്ടങ്ങളും പുൽമൈതാനങ്ങളും വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഗാന്ധിജിയുടെ ജനന മരണ ദിവസങ്ങളിലും കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഗാന്ധിജിയെ ആദരിച്ചുകൊണ്ട് ഇവിടെ പ്രാർത്ഥന നടത്താറുണ്ട്. സ്മാരകത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പാദരക്ഷകൾ അനുവദനീയമല്ല. പാദരക്ഷകൾ സൂക്ഷിക്കാനും മറ്റുമായിട്ടുള്ള റാക്കുകളും സംവിധാനങ്ങളൊക്കെ കവാടത്തിന് വെളിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും സ്മാരകത്തിന് അടുത്തേക്കുള്ള നടപ്പാതയിൽ പച്ച കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നു. 1948 ജനുവരി 31 അദ്ദേഹത്തെ ഇവിടെ സംസ്കരിച്ചത്. ഈ കാണുന്നതാണ് കറുത്ത മാർബിളിൽ മനോഹരമായി നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ സ്മാരകം. ഇതിൻ്റെ ഒരറ്റത്തായി ഒരു വിളക്ക് കെടാതെ സൂക്ഷിച്ചിരിക്കുന്നു. വിദേശികളും സ്വദേശികളും ഒക്കെ ആയിട്ട് വളരെയധികം ആളുകൾ ദിവസേന ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഫോട്ടോസ് എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സ്മാരകത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ് ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിയായ ശാന്തിവൻ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ രാജ്ഘട്ട് സമുച്ചയത്തിനുള്ളിൽ തന്നെയാണ് ചരൺ സിംഗ്, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ചന്ദ്രശേഖർ, അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയവരുടെ സ്മാരകങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഒട്ടുമിക്ക സന്ദർശകരും ഈ സ്മാരകത്തിന് ചുറ്റും ഒന്നോ അതിലധികമോ തവണ ഒന്ന് വലം വെച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത്. സമയപരിമിതി കാരണം മറ്റ് സ്മാരകങ്ങളൊന്നും ഞങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. നാളെ രാവിലെ തന്നെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിക്കേണ്ടതാകയാൽ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. ഡൽഹിയിലെ പൊല്യൂഷനെ പറ്റി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഈ ട്രിപ്പിന് ഞങ്ങൾക്കത് കാണുവാനും അനുഭവിക്കുവാനും ഇടയായി. വളരെ പെട്ടെന്നാണ് ഡൽഹിയിലെ കാലാവസ്ഥയും അന്തരീക്ഷവും ഒക്കെ മാറി മറിയുന്നത്.
അങ്ങനെ ഞങ്ങൾ തൽക്കാലം ഡൽഹിയോട് ഇവിടെ പറഞ്ഞ് മടക്കയാത്രയ്ക്കായി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. 9:30-ക്കാണ് ഞങ്ങളുടെ ഇൻഡിഗോ ഫ്ലൈറ്റ്. കണക്റ്റഡ് ഫ്ലൈറ്റാണ്, ഡൽഹി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം. അങ്ങനെ ഞങ്ങളെ ഫ്ലൈറ്റിനടുത്തേക്ക് എത്തിക്കാനുള്ള ബസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഫ്ലൈറ്റ് കൃത്യസമയത്ത് തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഫുള്ളൊന്നുമല്ല, സീറ്റുകളൊക്കെ കാലിയുണ്ട്. 2 മണിക്കൂർ 55 മിനിറ്റാണ് ഫ്ലൈയിങ് ഡ്യൂറേഷൻ. 12:55 ഞങ്ങൾ ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ എയർപോർട്ടായ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. വളരെ വിശാലവും മനോഹരവുമായ ഒരു എയർപോർട്ടാണിത്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തു. എന്നിരുന്നാലും അതിന് ശേഷമുള്ള സംഭവങ്ങൾ കുറച്ച് ദുരിതമായിപ്പോയി. 2:55 ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടേണ്ടതായ കണക്ഷൻ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതായിട്ട് അറിയിപ്പ് വന്നു. നെക്സ്റ്റ് ഫ്ലൈറ്റ് ടൈം അനൗൺസ് ചെയ്യാതെ മണിക്കൂറുകളോളം നീണ്ടുപോയപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫും പാസഞ്ചേഴ്സും തമ്മിൽ ഭയങ്കര ഒരു വാഗ്വാദങ്ങളൊക്കെ നടന്നു. ഇംഗ്ലീഷിലും കന്നഡയിലും ഒക്കെ വളരെയധികം വാഗ്വാദങ്ങളുണ്ടായി. രംഗം കൂടുതൽ വഷളാകുമെന്ന് കണ്ടപ്പോൾ അവർ എവിടുന്നോ എങ്ങനെയോ ഒരു ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തു രാത്രി 11 മണിക്ക്. ഇപ്പോൾ ഓൾറെഡി 10:30 മറ്റ് നിവൃത്തിയൊന്നുമില്ലാതെ പാസഞ്ചേഴ്സും വഴങ്ങി. ഡിപ്പാർച്ചർ ബോർഡിൽ മുകളിൽ നിന്ന് 2ാമത്തെ ലൈനിൽ കാണുന്നതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ബോർഡിങ്ങും ഇട്ട് കഴിഞ്ഞു. ഡിലേ ആയത് കാരണം ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. എങ്കിലും ദുരിതപൂർണമായ നീണ്ട ഒരു എയർപോർട്ട് കാത്തിരിപ്പിന് ശേഷം ഞങ്ങളങ്ങനെ നാട്ടിലേക്ക് പറക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ 6 സംഘത്തിൻ്റെ ഡൽഹി പര്യടനം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.